പരാതി പരിഹാരത്തിനായി പിറവത്ത് ജനകീയ ന്യായസഭ ആരംഭിച്ചു. ഔദ്യോഗിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പൊതുജന പരാതി പരിഹാരത്തിലൂടെ നീതിന്യായ രംഗത്ത് വിപ്ലവാത്മക മാറ്റം എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ ന്യായസഭ പിറവം നഗരസഭയിൽ ആരംഭിച്ചത്. പൗരന്മാർ സമൂഹത്തിൽ അനുദിനം അഭിമുഖീകരിക്കുന്ന കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ, മറ്റ് സാമ്പത്തിക തർക്കങ്ങൾ എന്നിവയ്ക്കെല്ലാം മധ്യസ്ഥതയിലൂടെ പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന പദ്ധതിയായ ജനകീയ ന്യായസഭയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA നിർവഹിച്ചു. ഇത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കാൻ വേണ്ടി ജനകീയ ന്യായസഭയാണ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടിയുള്ള ഒരു പരാതി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം നമ്മുടെ മുനിസിപ്പാലിറ്റി നൽകുകയും മാസത്തിലെ ശനിയാഴ്ച ക്രമീകരിച്ച് അത്തരത്തിലുള്ള പരാതികൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വിവിധ ഇതുമായി ബന്ധപ്പെട്ടുള്ളവരെ വിളിച്ചു ചേർത്ത് അവർക്ക് ഇതിനു വേണ്ടിയുള്ള പരിഹാരത്തിന് വേണ്ടി ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും നഗരസഭയുടെ ഒരു ആഭിമുഖ്യത്തിൽ ഈ വിഷയങ്ങൾ അവിടെ പരിഹരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ക്രിയാത്മകമായ ഇടപെടൽ. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ധാരാളം കേസുകൾ പലപ്പോഴും കോടതികളുടെ സമയം വളരെ ദീർഘിപ്പിച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ചു. ഞങ്ങള് ജനപ്രതിനിധികളെ ഏറെ അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു രണ്ട് അയൽക്കാർ തമ്മിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ. അത് വലിയ തർക്കങ്ങളിലേക്ക് ചെറുതാണ് പിന്നീട് അത് വലുതായി തീരുന്നത്. അങ്ങനെ ചെറിയ തർക്കങ്ങൾ ഉടലെടുക്കുമ്പോൾ തന്നെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിനെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം, അതൊരു ജുഡീഷ്യൽ സംവിധാനമാകുമ്പോൾ നഗരസഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ജുഡീഷ്യറിയുടെ മുഖഛായയോടെ കൂടി നമ്മൾ അതിനെ പരിഹരിക്കുമെന്നുള്ളതിൽ ആളുകൾക്ക് കൂടുതൽ വിശ്വസനീയതയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 2 ദിവസം നമ്മൾ അദാലത്തിൽ നിന്നും കഴിഞ്ഞ 24-ാം തീയതി അദാലത്ത് വെച്ചപ്പോൾ ആ 2 അദാലത്തിലും 48 പരാതികൾ ലഭിക്കുകയുണ്ടായി. ആ 48 പരാതികളില് ഇവിടെ സൂചിപ്പിച്ചില്ല, അതിനകത്ത് 24 എണ്ണം നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിച്ചു. 11 എണ്ണത്തിന് നമ്മൾ അവോലാക്കാനും സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. ഓരോ മാസത്തിലും നഗരസഭയിലെ പരാതിപ്പെട്ടിയിൽ ലഭിക്കുന്ന പരാതികൾ സർവീസ് അതോറിറ്റി അയക്കുന്ന നിഷ്പക്ഷ മധ്യസ്ഥതയുടെ അദാലത്തിലൂടെ ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ പരിഹാരമായിരിക്കും കണ്ടെത്തുക. സ്ഥിരാടിസ്ഥാനത്തിൽ നിശ്ചിത ദിവസം ലഭ്യമാകുന്ന തീരുമാനങ്ങൾക്ക് കോടതി ഡിഗ്രിയുടെ മൂല്യമുണ്ട്. അപ്പീലോ റിവിഷനോ സാധ്യമാവില്ല. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് MR ഹരിഹരൻ നായർ പദ്ധതി വിശദീകരണം നടത്തിയ ഉദ്ഘാടന യോഗത്തിൽ വൈസ് ചെയർമാൻ KP സലീം, സംസ്ഥാന നിയമസേവന അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ CS മോഹിത്, പിറവം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആനന്ദ് AB, അഡ്വക്കേറ്റ് ചിൻസി ഗോപകുമാർ, N ഹരികുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ജൂബി പൗലോസ്, വത്സല വർഗീസ്, കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ, ഏലിയാമ്മ ഫിലിപ്പ്, തോമസ് മല്ലിപ്പുറം, ഗിരീഷ് കുമാർ P, ഡോക്ടർ സഞ്ജിനി പ്രതീഷ്, മോളി വലിയകട്ടയിൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് ജിൻസൺ V പോൾ, സോമൻ വല്ലയിൽ, സോജൻ ജോർജ്, അഡ്വക്കേറ്റ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീജിത്ത് VG, നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ V തുടങ്ങിയവർ പങ്കെടുത്തു. പറഞ്ഞു തീർക്കുന്ന ഒരു സംവിധാനം വർഷങ്ങളായി നിലനിൽക്കുന്നത് നമ്മുടെ കേരളത്തില് നമുക്കെല്ലാം ബാധകമായ നിയമങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. പുതിയ നിയമങ്ങളൊന്നും അപ്പൊ 50 ഇഞ്ച് ഇതോടുമായിട്ട് നടക്കുകയും എന്നൊരു പല സ്ഥലങ്ങളിൽ നടത്തുന്നില്ല. അതുപോലെ തന്നെ ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.